നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. അയൽക്കാർ അവരുടെ വീട്ടിലെ മാലിന്യം നമ്മുടെ വീട്ടുവളപ്പിലിട്ടാൽ വഴക്കും ബഹളവുമായി, ചിലപ്പോൾ കേസുമായെന്ന് വരും. അതേസമയം അയൽവക്കത്ത് നിന്ന് പരദൂഷണമാകുന്ന മാലിന്യം നമ്മുടെ മനസ്സിലേക്ക് വലിച്ചെറിയുന്നവരെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായി കാണും. വീട്ടുമുറ്റം മലിനമാക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അപകടമാണ് നമ്മുടെ മനസ്സ് മലിനമാക്കുന്നത്. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് പ്രശ്നം. മറ്റൊരാളുടെ കുറ്റങ്ങൾ പറയുമ്പോൾ ഗൂഢമായ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കുറ്റാരോപിതനായ ആളേക്കാൾ അധികം അത് ദോഷം ചെയ്യുന്നത് നമ്മൾക്ക് തന്നെയാണ്. പരദൂഷണം വ്യക്തി മനസ്സിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണ്. കുടുംബങ്ങൾ തകരുന്നതിനും സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനും ഒരു കാരണം പരദൂഷണം പറയുന്നതും അതിന് ചെവി കൊടുക്കുന്നതുമാണ്. പകർച്ചവ്യാധിയുള്ള ഒരാളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കും. അതുപോലെ പരദൂഷണപ്രിയരിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതേ വരുത്തൂ. തുടർന്ന് അമൃതമൊഴികളാകുന്ന ഒരു ഗുരുവചനം കേൾക്കാം. തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം. അതാണ് അദ്വൈതം. ശ്രീനാരായണ ഗുരുദേവൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. അങ്കോലം നിജബീജ സന്തതിരയസ്കാന്തോപലം സൂചിക സാധ്വീ നൈജ വിഭും ലതാക്ഷിതിരുഹം സിന്ധു സരിദ്വല്ലഭം പ്രാപ്നോതി യഥാ തഥാ പശുപതേ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യ തിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യത്തെ. അങ്കോലം നിജബീജ സന്തതിരയസ്കാന്തോപലം സൂചികാ സാധ്വീ നൈജ വിഭും ലതാക്ഷിതിരുഹം സിന്ധു സരിദ്വല്ലഭം പ്രാപ്നോതി യഥാ തഥാ പശുപതേ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യ തിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യത്തെ. തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഭഗവത് പാദത്തെക്കുറിച്ച് മാത്രം. അങ്ങനെ മനസ്സിൻ്റെ സങ്കല്പ വികല്പ ഭാവങ്ങളും സദാ ഭഗവത് പാദത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ഭക്തി.
ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 61 ശ്ലോകം സ്വാമി ചിദാനന്ദപുരി ശങ്കര സ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരസ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 61 ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായും ചേതോവൃത്തി ചേർന്നിരിക്കുകയാണ്. അതാണ് ഭക്തി. അതിനെ ഭക്തി എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. എങ്ങനെയാണ് ഭഗവാന്റെ പാദത്തിൽ ചേതോവൃത്തി ചേർന്നിരിക്കുന്നത്? ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. അങ്കോലം നിജബീജ സന്തതി. അങ്കോല വൃക്ഷത്തിനെ അതിൻ്റെ വിത്ത് ചേരുന്ന പോലെ. അങ്കോലത്തിൽ നിന്ന്, അഴിഞ്ഞിൽ മരത്തിൽ നിന്ന് വിത്ത് താഴെ വീണാൽ അത് വൃക്ഷത്തെ വീണ്ടും പ്രാപിക്കും എന്നുള്ള സങ്കല്പമാണ് അവിടെ. അതുപോലെ അയസ്കാന്തോപലം, സൂചിക, ഒരു സൂചി കാന്തത്തെ ചേർന്ന് നിൽക്കുന്നത് പോലെ. അപ്പോൾ കാന്തം സമീപത്തിൽ വരുമ്പോൾ സൂചി അതിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ. സാധ്വേ നൈജ വിഭും, പതിവ്രത സ്വന്തം പതിയെ എന്ന പോലെ. ലതാക്ഷി തിരുഹം, വള്ളി വൃക്ഷത്തെ എന്ന പോലെ. വള്ളി വൃക്ഷത്തിൽ ചുറ്റി പടരുക ചെയ്യണത്. അതുപോലെ സിന്ധുസരിദ്വല്ലഭം, നദി സമുദ്രത്തെ എന്ന പോലെ. നദി എത്ര വേഗതയിലാണ് ഒഴുകുന്നേ? എന്തിനു വേണ്ടിയിട്ടാണ്? സമുദ്രത്തിൽ ചെന്ന് ചേരാനാണ്. അതോടുകൂടി തൻ്റെ വ്യക്തിത്വം, വിശേഷതയെല്ലാം അവിടെ ഇല്ലാതായി. അവിടെ സമുദ്രവുമായി ഏകീഭവിച്ചു. ഈ ഏകീഭവനത്തിനാണ് നദി ഓടുന്നത്. അതുപോലെ ഇവിടെ യഥാപ്രാപ്നോതി, ഈ പറഞ്ഞവയൊക്കെ എങ്ങനെയാണോ പ്രാപിക്കുന്നത് തഥാ അതുപോലെ. പശുപതേഹേ പാദാരവിന്ദദ്വയം, പശുപതിയുടെ, പരമേശ്വരൻ്റെ പാദാരവിന്ദദ്വയം, പാദങ്ങളാകുന്ന അരവിന്ദദ്വയം. അരവിന്ദം ചെന്താമര. ഇപ്പോൾ കാലിണകൾ, താമരക്കാലുകൾ, ഭഗവാന്റെ പാദപത്മങ്ങൾ. ആ പാദപത്മങ്ങളെ ചേതോവൃത്തിരൂപേത്യ തിഷ്ഠതി, ചേതോവൃത്തി പ്രാപിച്ച് നിലകൊള്ളുന്നു. അവിടെ 2 ആശയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രാപിക്കുന്നു എന്നുള്ളത്, 2 തിഷ്ഠതി നിലകൊള്ളുന്നു എന്നുള്ളത്. പ്രയത്നപൂർവം അഥവാ ഒരു നൈമിഷികമായ വ്യവഹാരത്താൽ 2 നിലയ്ക്ക് ആവർത്തിക്കട്ടെ. ഒന്ന് പ്രയത്നപൂർവം അഥവാ നൈമിഷികമായൊരു വ്യവഹാരം എന്ന നിലയ്ക്ക് നമ്മൾ എന്തിനെങ്കിലും പ്രാപിക്കാം. ആ പ്രാപിച്ചെടുത്തുനിന്ന് അപ്പം തന്നെ വിടുകയും ചെയ്യും. അതുപോലെ ഭഗവാന്റെ പാദത്തെ പ്രാപിക്കുന്നതല്ല ഭക്തി. അത് ഇതര വിപരീതങ്ങളായ വിഷയങ്ങളെ എന്ന പോലെ ഭഗവത് പാദത്തെയും പ്രാപിക്കുകയാണ്. മറിച്ച് ഉപേത്യ പ്രാപിച്ചിട്ട് തിഷ്ഠതി, അവിടെ തന്നെ നിലകൊള്ളുന്നു. തിഷ്ഠതി എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നു. ഭഗവത് പാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആര്? ചേതോവൃത്തി, മനസ്സിൻ്റെ വൃത്തി. വൃത്തി എന്ന് പറയുമ്പോൾ അത് അന്തഃകരണത്തിലുണ്ടാകുന്ന വിഷയാകാര പരിണാമമാണ്. ഈ പുസ്തകത്തെ കാണുന്നു എന്ന് പറയുന്ന സമയത്ത്, ഇത് പുസ്തകമാണ് എന്ന അറിവ് എനിക്കുണ്ടാകുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് എൻ്റെ അന്തഃകരണം ഈ പുസ്തകാകാരതയെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പുസ്തകത്തിൻ്റെ ആകാരത എൻ്റെ അന്തഃകരണത്തിലുണ്ടാവുന്നു. അതിനെ ഞാൻ പ്രകാശിപ്പിക്കുന്നു.
അപ്പോഴാണ് ഇത് പുസ്തകമാണ് എന്ന അറിവ് എനിക്ക് ലഭിക്കുന്നത്, അഥവാ അത് പ്രതിഷ്ഠിതമായത്. ഈ അന്ധഃകരണത്തിൻ്റെ വിവിധ വിഷയങ്ങളുടെ ആകാരത്തിലേക്കുള്ള ആ ഒരു മാറ്റത്തിനാണ് നമ്മൾ വൃത്തി എന്ന് പറയുക. വൃത്തിയെ തന്നെ അത് പ്രതീതിയെ ജനിപ്പിക്കുമ്പോൾ പ്രത്യയമെന്നും പറയും. വൃത്തിയും പ്രത്യയവും പര്യായങ്ങളാണ്. ഇപ്പോൾ ചേതോവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വൃത്തി, വിഷയാകാര പരിണാമം. അത് പല 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 ആകാരഭേദങ്ങളിൽ പരിണമിക്കുന്നില്ല. സാമാന്യമായി അനേക ലക്ഷം രൂപത്തിൽ പ്രതിദിനം നമ്മുടെ വൃത്തികൾ പരിണമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ അതല്ല. ഇവിടെ ഭഗവത്പാദത്തെ പ്രാപിച്ച് അവിടെ തന്നെ നിലകൊള്ളുന്നു ചേതോവൃത്തി. ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്, പറയുന്നത് അതിനെക്കുറിച്ച്, കേൾക്കുന്നതിനെക്കുറിച്ച്. എന്തെന്ത് കേട്ടാലും അത് ഭഗവത്പാദത്തിൽ ഉറയ്ക്കുന്നു, എന്തെന്ത് കണ്ടാലും അത് ഭഗവത്പാദത്തിൽ ഉറയ്ക്കുന്നു. അങ്ങനെ മനസ്സിൻ്റെ എല്ലാ സങ്കല്പ വികല്പാത്മക ഭാവങ്ങളും ഭഗവത്പാദത്തിൽ തന്നെ ഉറച്ചിരിക്കുന്ന അവസ്ഥ. സദാ എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ശീതത്തിലും ഉഷ്ണത്തിലും എന്ന് വേണ്ട, ജീവിതത്തിൽ മാറി വരുന്ന ഏത് സാഹചര്യത്തിലും മാറാതെ ഭഗവത്പാദത്തിൽ ഉറച്ചിരിക്കുന്ന മനസ്സിൻ്റെ വൃത്തി. അതിനാണ് സാ ഭക്തിരിത്യുച്യതേ. സാ ഭക്തി, അവളാകുന്നു ഭക്തി. ഈ അവസ്ഥയാണ് ചേതോവൃത്തി, ഭഗവത്പാദത്തിൽ തന്നെ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് ഭക്തി ഇത്യുച്യതേ, ഭക്തി എന്ന് പറയപ്പെടുന്നത് എന്ന് തൻ്റെ മനസ്സ് അങ്ങനെ ആവണം എന്ന് സങ്കല്പിക്കുന്നു. അതോടൊപ്പം ഇതാണ് ഭക്തി എന്ന് നിർവചിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സുന്ദരമായ ശ്ലോകത്തിൻ്റെ താത്പര്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഏറ്റവും ഒടുവിൽ ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പവും പൂജാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തി ജഗദംബികയായി കുടികൊള്ളുന്ന ദേവതാസ്ഥാനം. ഒരു നാടിന്റെ സാംസ്കാരിക പരിസരത്തിന് ജീവൻ നൽകുന്ന ക്ഷേത്ര സങ്കേതം. ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര നഗരത്തിന് സമീപമായാണ് ചെട്ടികുളങ്ങര. കായംകുളം മാവേലിക്കര ദേശീയപാതയിൽ കായംകുളത്തു നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓണാട്ടുകര പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ്. ഓടനാട് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഓണാട്ടുകര. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓണാട്ടുകര പ്രദേശം ബൗദ്ധ സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ചെട്ടികുളങ്ങര ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻപ് കൊയ്പ്പള്ളി കാരാൺമ എന്ന കോപ്പള്ളി ക്ഷേത്രത്തിൽ ചെട്ടികുളങ്ങരയിലെ ചില പ്രമാണിമാർ ഉത്സവത്തിന് പോയി. കൊയ്പ്പള്ളി ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടുകൊണ്ടു നിന്ന ചെട്ടികുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടുത്തുകാർ ക്ഷേത്രമില്ലാത്ത കരക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അത്രേ. ബൗദ്ധർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. ബൗദ്ധർ വാദത്തിൽ പരാജയപ്പെട്ട കാലത്ത് ബൗദ്ധർ എന്ന് വിളിക്കുന്നത് വലിയ ആക്ഷേപമായിരുന്നു. അപമാനിതരായ നാട്ടുപ്രമാണിമാർ ചെട്ടികുളങ്ങരയിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് ഇതിന് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ചു. ഇതിനായി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാനും അവർ നിശ്ചയിച്ചു. തുടർന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ ചെമ്പോലിൽ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ പുതുപ്പുരയ്ക്കൽ, ചെറുമാളിക്കൽ, കരാലിൽ, മാങ്ങാട്ടത്ത്, ചരൂർ, മേച്ചേരിൽ എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. നിരവധി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഏതാനും നാൾ ഭജനമിരുന്ന കരപ്രമാണിമാർക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. അടുത്ത ദിവസം അവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഒരു വാൾ കരപ്രമാണിമാരെ ഏൽപ്പിച്ചു. അവർ ആ വാളുമായി ചെട്ടികുളങ്ങരയിൽ മടങ്ങിയെത്തി. വാൾ ചെമ്പോലിൽ കുടുംബത്തിൽ സൂക്ഷിക്കുകയുമുണ്ടായി. ഇതിനുശേഷം ഈ സമീപ പ്രദേശങ്ങളിൽ നടന്ന 2 സംഭവങ്ങളാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സ്ഥാപനത്തിന് കാരണമായതെന്ന് പറയുന്നു. അതിലൊന്ന് ഇങ്ങനെയാണ്.
ചെട്ടിക്കുളങ്ങരയ്ക്കടുത്ത് കരിപ്പുഴയിലെ കടത്തുവള്ളക്കാരൻ തന്റെ ജോലി തീർത്ത് പോകാനൊരുങ്ങുമ്പോൾ മറുകരയിൽ നിന്നും ഒരു വൃദ്ധസ്ത്രീയുടെ വിളി കേട്ടു. ആ വൃദ്ധസ്ത്രീയെ അസമയത്ത് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ കടത്തുകാരൻ അവരെയും കൂട്ടി യാത്ര തുടങ്ങി. വഴിമധ്യേ വൃദ്ധസ്ത്രീ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും വെളുപ്പിന് വള്ളക്കാരൻ ഉണർന്നു നോക്കിയപ്പോൾ വൃദ്ധയെ കാണാനും ഉണ്ടായിരുന്നില്ല. ഈ അത്ഭുത സംഭവത്തെപ്പറ്റി അയാൾ നാട്ടുപ്രമാണിമാരെ അറിയിച്ചു. ഇതിനുശേഷം രണ്ടാമതൊരു സംഭവവും ഉണ്ടായതായി പറയപ്പെടുന്നു. ഇന്ന് ക്ഷേത്രം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായുള്ള ഒരു നമ്പ്യാതിരി ഗൃഹത്തിൽ വീടിന്റെ കെട്ടിമേയൽ നടക്കുകയായിരുന്നു. മുരകെട്ടുകാർക്ക് ഉച്ചക്കഞ്ഞിയും മുതിരപ്പുഴുക്കും വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധസ്ത്രീ അവിടെ എത്തി. അവരോടൊപ്പം കഞ്ഞി കുടിച്ച ശേഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. ഈ സംഭവങ്ങൾക്ക് ശേഷം കരക്കാർ ഒരു ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വയ്പ്പിക്കുകയും പ്രശ്നവിധി പ്രകാരം ചെട്ടിക്കുളങ്ങരയിൽ ദേവീ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ആദ്യം ദേവീ ദർശനമുണ്ടായ വള്ളക്കാരൻ ക്രിസ്ത്യാനിയായിരുന്നു. അയാളുടെ ദേവീഭക്തി മുൻനിർത്തി ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടിന്റെ ചുമതല പിന്നീട് അയാൾ ഏൽക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെട്ടു. ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായിരുന്നു കുമ്പളത്ത് ചെമ്പോലിൽ കുടുംബക്കാർ. ഇന്ന് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം പണ്ട് വലിയ കാവായിരുന്നത്രേ. ഇത് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഖാണ്ഡവ വനത്തിന്റെ ഭാഗമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായ കുമ്പളത്ത് കുടുംബത്തിന് സമീപം കാർഷികോൽപ്പന്നങ്ങളും മറ്റും വിറ്റഴിക്കുന്നതിനായി ഒരു വ്യാപാര കേന്ദ്രം പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇവിടത്തെ പ്രധാന വ്യാപാര വ്യവസായികൾ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ചെട്ടിവർഗക്കാരായിരുന്നു. വ്യാപാര ബന്ധങ്ങൾ വഴി ഓടനാട് രാജാവുമായി ചെട്ടിമാർക്ക് വലിയ ബന്ധമായിരുന്നു. ചെട്ടിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥലം എന്ന നിലയിൽ ഓടനാടിന്റെ പഴയ നീട്ടുകളിൽ ഈ പ്രദേശത്തെ ചെട്ടിക്കുളങ്ങരയെന്ന് രേഖപ്പെടുത്തുകയും ക്രമേണ അത് സ്ഥലപ്പേരായി മാറുകയും ചെയ്തു എന്ന് പഴമ. കുമ്പളത്ത് കുടുംബത്തിന്റെ പരദേവതയായ കാവിലമ്മയും നാഗരാജാവും മറ്റും ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കാവിലായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. കുടുംബ പാരമ്പര്യമനുസരിച്ച് കുമ്പളത്ത് കുടുംബത്തിലെ നിത്യാനന്ദ യോഗീശ്വരൻ എന്ന വലിയച്ഛൻ കാവിലമ്മയെ നിത്യവും പൂജിച്ച് ആരാധിച്ചു പോയിരുന്നു. അക്കാലത്ത് മതപ്രചരണാർത്ഥം ബുദ്ധ സന്യാസിമാർ ചെട്ടിക്കുളങ്ങര സന്ദർശിക്കാറുണ്ടായിരുന്നു. ബുദ്ധസങ്കല്പത്തിൽ ആകൃഷ്ടനായ യോഗീശ്വരൻ കാവിലമ്മയെ ദേവീ സങ്കല്പത്തിൽ ഭജിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നു. യോഗീശ്വരന്റെ കാലശേഷം ഈ കാവിൽ മണാത്ത് ഭവനത്തിൽ ശേഖരൻ താങ്കളെന്ന വലിയച്ഛൻ പൂജാകർമ്മങ്ങൾ നടത്തിപ്പോന്നു. തുടർന്ന് ശേഖരൻ താങ്കളും 7 കുടുംബകാരണവന്മാരും പൊന്നാനിയിലെത്തി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ മുഖം കാണിച്ചു. ശേഖരൻ താങ്കൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർക്ക് ചില നിർദ്ദേശം കൊടുത്തു. മലപ്പുറം ജില്ലയിലെ ചാലിശ്ശേരിയിലുള്ള മുക്കോല ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭഗവതിയെ 3 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജിക്കണമെന്നതായിരുന്നു അത്. ഇതിനു വേണ്ടതായ കാര്യങ്ങൾക്ക് ക്ഷേത്രം തന്ത്രിയായ ചേനാസ് നമ്പൂതിരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഇതുപ്രകാരം ഭജനം തുടങ്ങിയ ശേഖരൻ താങ്കൾക്ക് ചില അനുഭവങ്ങളുണ്ടായി. ആദി ശങ്കരാചാര്യർക്ക് ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളിയാണ് കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നതെന്നും സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടെയെന്നും ചേനാസ് ശേഖരൻ താങ്കൾക്ക് പറഞ്ഞുകൊടുത്തു. ആഴ്വാഞ്ചേരി മനയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം അദ്ദേഹം ശേഖരൻ താങ്കൾ എന്ന വലിയച്ഛനെ ഏൽപ്പിച്ചു. ഈ വിഗ്രഹമാണ് ചെട്ടിക്കുളങ്ങര ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കു ശേഷം മുറജപത്തിന് നേതൃത്വം നൽകിയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവനന്തപുരത്തു നിന്നും മടങ്ങുമ്പോൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സന്ദർശിച്ചതായി ചരിത്രം പറയുന്നു. ചൈതന്യവത്തായ ചെട്ടിക്കുളങ്ങരയിലെ ദേവീ പ്രതിഷ്ഠയിൽ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടതിൽ തമ്പ്രാക്കൾ അതീവ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയുണ്ടായി. മുക്കോല ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭദ്രകാളിയുടെ ചൈതന്യം പ്രതിഫലിക്കുമെന്നും ഈ പ്രദേശത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി ഭഗവതി കാത്തുരക്ഷിക്കുമെന്നും തമ്പ്രാക്കൾ ആശീർവദിക്കുകയും ചെയ്തു. ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠാ ലക്ഷണങ്ങൾ അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ 21 ദിവസം ഭജനം ചെയ്താൽ സർവ അഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നും തമ്പ്രാക്കൾ അഭിപ്രായപ്പെട്ടു. പിന്നീട് ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തിയ ശേഖരൻ താങ്കളും നാട്ടുപ്രമാണിമാരും ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി
പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയെ വരുത്തി പ്രശ്നചിന്ത തുടങ്ങി. പ്രശ്നചിന്തയിൽ മഹാസരസ്വതി, മഹാലക്ഷ്മി, ഭദ്രകാളി എന്നീ ശക്തികളുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം പ്രതിഷ്ഠ എന്ന് വിധിക്കപ്പെട്ടു. മകരമാസത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു. ശ്രീകോവിലും വിഗ്രഹവും നിർമ്മിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും കായംകുളം, മാവേലിക്കര, കൊടുങ്ങല്ലൂർ കൊട്ടാരങ്ങൾ ഏറ്റെടുത്തു. പ്രതിഷ്ഠാ ദിവസത്തെ എല്ലാ ചെലവുകളും 6 വീട്ടിൽ മാടമ്പിമാരും ഏറ്റെടുത്തു. തൃശൂരിലെ വേദമഠാധിപതിയായ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം വല്യച്ഛൻ ആദി ശങ്കരാചാര്യ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യർ മാവേലിക്കരയിലെ കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കായി വന്നു ചേർന്നപ്പോൾ അവിടെ ചെന്ന് ആചാര്യരെ കാണുകയും ചെട്ടിക്കുളങ്ങരയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. മകരത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠാകർമ്മം നിശ്ചയിച്ചു. പ്രതിഷ്ഠാകർമ്മത്തിന് ആവശ്യമായ വസ്തുക്കളുമായി കൊടുങ്ങല്ലൂർ തമ്പുരാൻ പരിവാര സമേതം 4 ദിവസം മുമ്പ് തന്നെ ചെട്ടിക്കുളങ്ങരയിൽ എത്തി. കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരിൽ ഒരാളെയും തമ്പുരാൻ കൂടെ കൂട്ടിയിരുന്നു. പത്മപാദാചാര്യരുടെ പ്രധാന സഹായികളായി പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാൻ താഴമൺ ഇല്ലത്തെ തന്ത്രി മുഖ്യനും വാളക്കോട്ട് ഇല്ലത്തെ നമ്പൂതിരിയും സന്നിഹിതരായിരുന്നു. സപ്തമാതൃക്കളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ദളങ്ങളോട് കൂടിയ ശ്രീചക്രത്തിൽ ജഗദംബികയെ ആവാഹിച്ച് ചൈതന്യം പകർന്ന് പത്മപാദാചാര്യർ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് ജഗദംബികയുടെ അലങ്കാര വിഗ്രഹം പ്രതിഷ്ഠിച്ചു. രുരുജിത് വിധാനത്തിലുള്ള പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് പറയപ്പെടുന്നു. മകരമാസത്തിലെ ഉത്രട്ടാതി ദിവസം 10 നാഴിക പുലർന്നപ്പോഴായിരുന്നു ചെട്ടിക്കുളങ്ങര ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഭഗവതിയുടെ തേജസ്സിന്റെ ഉഗ്രതയ്ക്ക് ശമനം വരുത്താൻ ശ്രീചക്രത്തിന് സമീപം വിഷ്ണുവിന്റെ സങ്കല്പ പ്രതിഷ്ഠയുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവ് ഏൽപ്പിച്ച സാളഗ്രാമവും ഇവിടെ സ്ഥാപിക്കുകയാണുണ്ടായതെന്ന് പറയപ്പെടുന്നു. വലിയച്ഛന്റെ കൈവശം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഏൽപ്പിച്ച ഗണപതി വിഗ്രഹം ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്കുവശത്തും പ്രതിഷ്ഠിച്ചു. സംതൃപ്തനും സന്തോഷവാനുമാണ് ഈ ഗണപതി. ക്ഷേത്രത്തിലെ പൂജാവിധികൾ ഇപ്രകാരമായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത്. പ്രഭാതത്തിൽ മഹാസരസ്വതിയെ ധ്യാനിച്ച് ത്രിമധുരവും മലരും ചെറുപായസവും നിവേദിക്കുക. മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ധ്യാനിച്ച് കൂട്ടുപായസം നിവേദിക്കുക. സായാഹ്നത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ധ്യാനിച്ച് നെയ്പായസവും നെയ്യപ്പവും നിവേദിക്കുക. ഭഗവതിക്ക് സംഹാരദുർഗയുടെ അഥവാ ഭദ്രകാളിയുടെ ഭാവമുള്ളതുകൊണ്ട് രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും പാനയും കുരുതിയും പ്രധാനം. ചെട്ടിക്കുളങ്ങരയിൽ കുടിയിരിക്കുന്ന ജഗദംബിക ആധ്യാത്മിക ഭാവത്തിൽ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയും ഭൗതിക ഭാവത്തിൽ കുണ്ഡലിനി ശക്തിയും ഭക്തഭാവത്തിൽ സർവ അഭീഷ്ട പ്രദായിനിയുമാണ്. കൊടന്താത്തൻ വലിയച്ഛന്റെ കാലത്തായിരുന്നു ഇന്ന് നാം കാണുന്ന ശ്രീകോവിൽ പുതുക്കി പണികഴിപ്പിച്ചത്. ഇത് AD 1590 കൊടന്താത്തൻ വലിയച്ഛന്റെ കാലശേഷം അധികാരമേറ്റ ഗോവിന്ദനുണ്ണിത്താൻ എന്ന വലിയച്ഛൻ കാശിക്ക് തീർത്ഥയാത്ര പോയി. ഒടുവിൽ ചെമ്പോലിൽ കുടുംബം അന്യം നിൽക്കാൻ തുടങ്ങി. നാഥന്മാരില്ലാതെ വിഷമിച്ച ചെമ്പോലിൽ തുടർന്ന് അധികാരമേറ്റത് കൊച്ചുകുട്ടി കുഞ്ഞമ്മ എന്ന സ്ത്രീയായിരുന്നു. അപ്പോഴേക്കും ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന്റെ നിത്യനിദാന കർമ്മങ്ങൾ വല്ലാതെ പരിങ്ങലിലായി. ക്ഷേത്രത്തിന്റെ പരിതാപാവസ്ഥ കണ്ട് കൊച്ചുകുട്ടി കുഞ്ഞമ്മ സർവ്വതും ഭഗവതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയുമായി കഴിഞ്ഞുപോയി. തുടർന്ന് കുമ്പളത്തു കുടുംബത്തിന്റെ മൂപ്പനായി ചെമ്പോലിൽ താമസിച്ചിരുന്ന മൂത്താൾ എന്നറിയകൾ അധികാരമേറ്റെടുത്തു. ഈ സമയത്ത് ക്ഷേത്രം അന്യം നിന്ന് പോകരുതെന്ന് കരുതി മാധവൻ താങ്കൾ തിരുവിതാംകൂർ മഹാരാജാവിന് ക്ഷേത്രത്തിന്റെ അധികാരം ഏൽപ്പിച്ചു. മഹാരാജാവിൽ നിന്നും ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റപ്പെടുകയും ചെയ്തു. തിരിയിട്ട നെയ്വിളക്കിൻ മുന്നിൽ